വയനാട് ചുണ്ടയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ അപകട മരണം ആസൂത്രിത കൊലപാതകമെന്ന് പോലീസ്. നവാസിനെ ഇടിപ്പിച്ച് തെറിച്ച വാഹന ഉടമ സുമിൽ ഷാദ്, സഹോദരൻ അജിൻ എന്നിവരെ വൈത്തിരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി രതീഷ് കുഞ്ചത്തൂർ ചേരുന്നു. രതീഷ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു അതിദാരുണമായ ഒരു ആക്സിഡന്റ്, അത് ആസൂത്രിതമായ ഒരു ആക്സിഡന്റ് സംഭവിക്കുകയും അതിനെ തുടർന്ന് ഓട്ടോറിക്ഷ ഡ്രൈവറായ നവാസ് മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ഇപ്പോൾ സഹോദരങ്ങളായ രണ്ട് പ്രതികളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ ആക്സിഡന്റ് ആദ്യം കണ്ട ഒരു ദൃക്സാക്ഷി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ ചുണ്ടേൽ എസ്റ്റേറ്റ് ഫാക്ടറിയിലെ ജീവനക്കാരനാണ് അദ്ദേഹം. സുധീർ എന്ന ആളാണ് ഈ ആക്സിഡന്റ് നേരിൽ കാണുകയും അമിത വേഗതയിലെത്തിയ കാർ ജീപ്പ് ഈ ഓട്ടോറിക്ഷയിൽ ഇടിച്ചു കയറ്റുന്ന ദൃശ്യം ആദ്യം കണ്ട ദൃക്സാക്ഷിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. എങ്ങനെയായിരുന്നു? വളരെ അമിത വേഗതയിലായിരുന്നു ഈ വാഹനം എത്തിയത്? അമിത വേഗതയായിരുന്നു. അവൻ ഒരു റോഡ് ഏകദേശം 90% എടുത്ത് അങ്ങനെ കട്ട് ചെയ്ത് കയറി ഇങ്ങ് വരിക ചെയ്ത്. ഒരു തരത്തിലും ഇത് ബ്രേക്ക് ചവിട്ടുന്നതായത് ഒരു സൂചന? ഇല്ല ബ്രേക്ക് ചവിട്ടുന്ന ഒരു സൗണ്ട് വരെ വന്നിട്ടില്ല. ഒരു സൗണ്ട് ഉണ്ടായില്ല, ചവിട്ടിയ ഒന്നുമില്ല, നേരെ വന്ന് അടിക്കുക ചെയ്തത്. ഈ വാഹനത്തിൽ ഈ സുമിൽ ഷാനെ കൂടാതെ വേറൊരാളും കൂടി ഉണ്ടായെന്ന് പറയപ്പെടുന്നു. ഇത്തരത്തിൽ ആരെയും കണ്ടിരുന്നു? ഇല്ല, കണ്ടിട്ടില്ല. കാരണം ഞാൻ അതിന്റെ മുകളിൽ നിന്ന് ഓടി ഇങ്ങ് വരുമ്പോഴേക്കും ഞാൻ ഉണ്ടായ ആളെ ഇറങ്ങിപ്പോയോ എന്ന് അങ്ങനെയൊന്നും കണ്ടില്ല. അങ്ങനെ ഇല്ല, ഞാൻ വരുമ്പോൾ ആ ഡ്രൈവർ മാത്രമേ ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായും അത്തരത്തിൽ വലിയ കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വലിയ പോലീസ്, അതായത് ഒരു ആക്സിഡന്റായി പോകേണ്ട ഒരു അപകടത്തെ അത് കൊലപാതകമെന്ന നിഗമനത്തിലേക്ക് പോലീസിൽ എത്തിച്ചേരാൻ സാധിച്ചത്. ഈ മരണപ്പെട്ട നവാസിന്റെ അമ്മാവൻ റഷീദ് നമ്മോട് ചേരുകയാണ്. താങ്കളാണ് ഇന്നലെ പരാതി നൽകിയത്. ഇപ്പോൾ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തുന്നു. നിങ്ങളുടെ സംശയം ഇപ്പോൾ ശരിവെക്കുകയാണ്. സംശയം എടുക്കുന്നതിൽ രണ്ടാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് പറയാനുള്ളത്, എനിക്കും കുടുംബത്തിനും നാട്ടുകാർക്കും ഒക്കെ പറയാനുള്ളത്, ഇതിൽ കൂടുതൽ പേര് ഈ കൊലപാതകത്തിന് ആസൂത്രിതമായിട്ട് ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത്. അത് എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ചത്, അതിൻ്റെ ഭാഗമായിട്ട് ആ ഗൂഢാലോചന കാരണം എന്താണെന്നുള്ള ഒക്കെ നമുക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി അവരെ നിയമ നടപടി സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. അതുപോലെ ഇങ്ങനത്തെ ഒരു പ്രദേശത്ത് ഇന്ന് വരെ ഇങ്ങനെ ഒരു ആക്സിഡന്റ് നടക്കാത്തതാണ്. അതുകൊണ്ട് അതൊരു കൃത്യമായ അന്വേഷണം നടന്ന് അതിന് ഉള്ള ആൾക്കാരും ആ കസ്റ്റഡിയിലെടുത്ത് നിയമ നടപടി സ്വീകരിക്കണം. പിന്നെ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ചുണ്ട പ്രദേശത്ത് ചുണ്ട എസ്റ്റേറ്റ് ഈ വൈത്തിരി നമ്മൾ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ മയക്കുമരുന്നിൻ്റെ വിപുലമായ വിൽപ്പന നടക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ പ്രതികളിപ്പോൾ ലഹരിയുമായി ബന്ധമുള്ള പ്രതികൾ ലഹരിയുമായി ബന്ധപ്പെട്ട് ഇവന്റെ പേരിൽ കേസുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിനും വ്യക്തമായ അന്വേഷണം നടക്കണം. അതിലൊക്കെ ഇതിലൊക്കെ പങ്കാളികളുള്ള ആൾക്കാരൊക്കെ ഇതിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് പറയാനുള്ളത്. ഈ പ്രദേശത്ത് എക്സൈസിന്റെ എപ്പോഴും അവരൊരു പരിശോധന ദിവസവും ഈ ഭാഗത്തുണ്ടാകണമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും തീർച്ചയായും ഇത്തരത്തിൽ നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു നവാസ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ സുമിൽ ഷായുടെ, അതായത് അദ്ദേഹത്തിന്റെ ഹോട്ടൽ തകർക്കുന്ന ഒരു സംഭവം വരെ ഉണ്ടായത്. ഏതായാലും പ്രിയങ്കരനായ നവാസിന്റെ മരണം, അതായത് ആക്സിഡന്റ് അല്ല, അതൊരു കൊലപാതകമെന്ന തെളിഞ്ഞൊരു സാഹചര്യത്തിൽ ഇവിടുത്തെ നാട്ടുകാരും അതിന്റെ ഞെട്ടലിൽ തന്നെയാണ്.